ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കോഫി പൗഡർ ഉപയോഗിച്ചുള്ളൊരു ഫേഷ്യൽ പായ്ക്കാണ്. നമുക്ക് മുഖത്തിന് ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ കിട്ടാനും മുഖത്ത് നല്ല തിളക്കം കിട്ടാനും നല്ല ഒരു ഫേഷ്യൽ പായ്ക്കാണ് കോഫി പൗഡർ ഉപയോഗിച്ചുള്ളത്. അതുപോലെ ഇതിൻ്റെ മുൾട്ടാണി മിട്ടി ഈ പൗഡർ, പിന്നെ അതുപോലെ തന്നെ അലോവേര ജെൽ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബേസൻ, അതുപോലെ കടലമാവ് ഇതൊക്കെ ഉപയോഗിച്ചൊരു പായ്ക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പായ്ക്ക് ഇടുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മുഖത്ത് സ്ക്രബ് ചെയ്യണം. കോഫി പൗഡർ ഉപയോഗിച്ചൊരു സ്ക്രബും നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ പെട്ടെന്ന് വിട്ട് മാറാനൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. മുഖം നല്ല ഗ്ലോ കിട്ടാനും നല്ല ബ്രൈറ്റ് ആകാനും വേണ്ടിയാണ് ഈ പായ്ക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഈ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കാം. നിങ്ങളുടെ മുഖത്ത് എത്രയാണോ യൂസ് ചെയ്യേണ്ടത് അനുസരിച്ച് എടുക്കുക. അതിനുശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കാരണം പഞ്ചസാര ഭയങ്കര തരിതരിപ്പുള്ളതാണെങ്കിൽ നമുക്ക് മുഖത്ത് സ്കാർസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം മാത്രം അതെടുക്കുക. അതിനുശേഷം നമുക്ക് അലോവേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് തൈര്. ഇത്രയും സാധനം ചേർത്ത് കൊടുത്ത് നമുക്ക് സ്ക്രബിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പം നമ്മൾ പഞ്ചസാര തരിതരിപ്പുള്ള എടുക്കരുത്, ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ മുഖത്തിടാനുള്ള സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുഖത്തിടേണ്ട സ്ക്രബ്. ഇത് നമുക്ക് മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറാനായിട്ട് നല്ലോണം സഹായമാകും. പിന്നെ നമുക്ക് വേണ്ടത് മുഖത്തിടാനുള്ള പായ്ക്ക് തയ്യാറാക്കി വെക്കാം. ഞാനൊരു 1 ടീസ്പൂൺ ബേസൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഫി പൗഡർ നിങ്ങളുടെ മുഖത്ത് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ കോഫി പൗഡറും 1 ടീസ്പൂൺ ബേസനും എടുത്തിട്ടുണ്ട്. അതുപോലെ തൈര്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് മുൾട്ടാണി മിട്ടിയുടെ പൗഡറാണ്. അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മുൾട്ടാണി മിട്ടി പൗഡർ നമുക്ക് മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ നല്ലൊരു പൊടിയാണ് മുൾട്ടാണി മിട്ടിയുടെ. ഡെയിലി നമുക്ക് മുൾട്ടാണി മിട്ടി തൈരുമായിട്ടോ പാലുമായിട്ടോ മിക്സാക്കി ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് നല്ല നിറം വയ്ക്കുകയും നമ്മുടെ മുഖത്തുള്ള കറുത്തപ്പാടുകളൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പം നമ്മുടെ മുഖത്തിടാനുള്ള ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. സമയം ഉള്ളവർക്ക് ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 or 3 തവണ ചെയ്താലും മതിയാവും. അപ്പോൾ നമ്മുടെ സ്ക്രബും ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത പച്ചപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട്. ഈ പഞ്ഞി മുക്കി നമുക്ക് മുഖം നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സ്ക്രബ് ചെയ്യണം. ആദ്യം നമുക്ക് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. നല്ല തണുത്ത പച്ചപ്പാൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ മുഖം നല്ലോണം നമ്മൾ മുഖത്തുള്ള അഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറി മുഖം നല്ല ഒരു ക്ലീൻ ആവുകയും നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. അപ്പം മുഖം നല്ലോണം പാലിട്ട് ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. ഇതാണ് സ്ക്രബ്, കോഫിയുടെ സ്ക്രബ്. ഒരു 2-3 മിനിറ്റ് നമുക്ക് സ്ക്രബ് ചെയ്താൽ മതി. ഒത്തിരി സമയം സ്ക്രബ് ചെയ്യരുത്. മുഖം ഭയങ്കരമായിട്ട് ഹാർഡാകും. അപ്പോൾ സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യുക. നമുക്കിത് സ്ക്രബ് ചെയ്യാം. ഇത് 2 കൈ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കഴുത്തിലും എല്ലാം ഇട്ട് കൊടുക്കുക. സ്ക്രബ് നല്ലോണം ചെയ്യുക. അതുപോലെ കണ്ണിന് ചുറ്റും സോഫ്റ്റായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ മൂക്കയിലൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. ഒരു 2-3 മിനിറ്റ് മാത്രം ഇത് ചെയ്താൽ മതി. അപ്പം മുഖം നല്ലോണം നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്യാം. അപ്പം നമ്മൾ സ്ക്രബ് കഴിഞ്ഞു. മുഖം നല്ലോണം ഇതാ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനി പായ്ക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് പായ്ക്ക്. നല്ല ഗ്ലോ കിട്ടുന്നൊരു പായ്ക്കാണ്. കാരണം ബേസിനും മുൾട്ടാണി മിട്ടിയും തൈരും കോഫി പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കണം. മുഖത്ത് നല്ല തിളക്കം കിട്ടാനും ബ്രൈറ്റ്നസ് ആകാനും പറ്റിയ നല്ലൊരു പായ്ക്കാണ്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഒരു 15 മിനിറ്റ് മാത്രം നമ്മൾ വെച്ചാൽ മതി. മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്കൊരു പാർട്ടിയോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഈ ഒരു പായ്ക്ക് മാത്രം ഇട്ടാൽ മതി. മുഖം നല്ല തിളക്കം കിട്ടാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ ഫീഡ്ബാക്കും എല്ലാവരും പറയുക. അപ്പോൾ നമുക്ക് പായ്ക്ക് ഇട്ട് കൊടുക്കാം.
നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം. നമ്മുടെ കണ്ണിന് ചുറ്റിനുമൊക്കെ ഇട്ട് കൊടുത്താൽ ആ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും, നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും. ഇത് നമ്മൾ മുൾട്ടാണി മിട്ടിയൊക്കെ ഇട്ടതുകൊണ്ട് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ നല്ലതാണ്. ഇത് കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 തവണ മാത്രം ചെയ്താൽ മതി. ഇത് സമയമുള്ളവർക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ മുഖം നല്ല ഗ്ലോ ആവുകയും ചെയ്യും. മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ മുഖക്കുരു വന്ന കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഒരു അലർജിയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. ഇത് കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അവിടെ ഡാർക്ക്നെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറി നല്ല വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പം നമ്മൾ പായ്ക്ക് മുഖത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പം 15 മിനിറ്റ് ശേഷം ഞാൻ മുഖം നല്ലോണം വാഷ് ചെയ്തു. അപ്പോൾ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു വ്യത്യാസം നമുക്ക് തോന്നും നമുക്ക് ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് കുറച്ച് സമയം മാത്രം മതി. ബ്യൂട്ടി പാർലറിലൊന്നും പോയി നമുക്ക് സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. കോഫി പൗഡർ ഉപയോഗിച്ചുള്ളൊരു നല്ലൊരു ഫേഷ്യൽ പാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.